അറബ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ അവസ്ഥകളും സാഹചര്യങ്ങളും ഏത് തരത്തിലായിരിക്കും ഉണ്ടാവുക എന്നതിനെക്കുറിച്ചുള്ള വിപുലമായിരിക്കുന്ന ഒരു ചർച്ചാ സംവിധാനം ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നത് ഇറാഖിനെ അമേരിക്ക ആക്രമിച്ച കാലഘട്ടത്തിന് സാമ്യമായ രീതിയിലുള്ള ഒരു സംവിധാനം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിക്കുമോ, അങ്ങനെ അമേരിക്ക ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം അമേരിക്ക നടത്തുകയാണെങ്കിൽ അവർ വിജയിക്കുമോ എന്ന തരത്തിലാണ്. നമുക്ക് പരിശോധിക്കാം ഇതിൻ്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന സ്ഥിതിയെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് എന്ന തരത്തിൽ. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ രഹസ്യമായിട്ട് തന്നെ തുടങ്ങിയിരിക്കുന്നു. ഓരോരോ രാജ്യങ്ങളിലേക്കും പ്രത്യേകം അമേരിക്കയുടെ പ്രതിനിധികൾ അയച്ചുകൊണ്ട് ഈ യുദ്ധമുഖത്ത് തങ്ങളോടൊപ്പം സഹകരിക്കണം എന്നുള്ള ആവശ്യം അമേരിക്ക അറബ് രാജ്യങ്ങളോട് മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് പബ്ലിക്കായ രീതിയിൽ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതോ അതല്ലെങ്കിൽ അത്തരം ഒരു സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പത്രക്കാർ റിപ്പോർട്ട് ചെയ്യുന്നതോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പബ്ലിക് ആക്കില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പല രാജ്യങ്ങളുമായി വളരെ രഹസ്യപരമായിരിക്കുന്ന പല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം കാര്യമായിട്ട് നടത്തുന്നത് അമേരിക്കയാണ്. കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന സർക്കാർ വീണു പോയാൽ പിന്നെ അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. നെതന്യാഹു ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്നുള്ള ഒരു പുസ്തകം തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്ന് ഇതിൻ്റെ ഇടയിലൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു. അത് പ്രസിദ്ധീകരിച്ചത് ഇസ്രായേൽ ആണോ എന്ന് അറിയില്ല. ചില സന്ദർശകർ ഇങ്ങനത്തെ പുസ്തകങ്ങൾ കണ്ടതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും രാജ്യങ്ങളായിരിക്കാം. അതിലൊരു യാഥാർത്ഥ്യമുണ്ടോ ഇല്ലെന്നൊക്കെ മറ്റൊരു വിഷയം. പക്ഷേ ഇവിടെ വിഷയത്തിൽ രാഷ്ട്രീയപരമായി നിരീക്ഷിക്കുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന സർക്കാർ ഇപ്പം നിലവിൽ നിൽക്കുന്ന നെതന്യാഹുവിൻ്റെ സർക്കാർ വീണ് കഴിഞ്ഞാൽ പിന്നീട് പുതിയൊരു സർക്കാർ ഉണ്ടാവുക വലിയ ശ്രമകരമായിരിക്കുന്ന സ്ഥിതിവിശേഷമായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ അകത്ത് ഉണ്ടാവുമോ എന്ന് പോലും ഭയപ്പെടുന്നു. കാര്യമെന്ന് പറയുന്നത് 30-32% മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനും സർക്കാരിനും പിന്തുണക്കുന്നവരുള്ളത്. നല്ലൊരു ശതമാനം എതിർപ്പുള്ളവരാണ്. പിന്നെ ഒരു സർക്കാരുമായിട്ട് ആകുന്ന സമയത്ത് ഒരു യുദ്ധമുഖത്തുണ്ടാകുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരോട് പരമാവധി സഹകരിക്കുക എന്നുള്ളത് സാധാരണ ജനങ്ങൾ ചെയ്യാറുള്ളതാണ് എന്ന ഒരു രീതി മാത്രമേ ഇപ്പം നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്ക ആദ്യഘട്ടത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപരമായിരിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇടപെടലാണ്. ഹമാസും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടുക എന്നതിനപ്പുറമായ രീതിയിൽ ഇതിലൊരു ഇടപെടൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾ നടത്തുന്ന അക്രമത്തിനെ പ്രതിരോധിക്കാൻ എന്ന തരത്തിലാണ്. അന്താരാഷ്ട്ര ഈ കപ്പൽ ചാനലിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. അതാണ് ഷോർട്ട് വഴിയായിട്ട് കാണുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഈ അമേരിക്കയിലേക്കും ബ്രിട്ടൻ, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗങ്ങളിലേക്കൊക്കെ വളരെ ഷോർട്ടായ രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു പ്രദേശത്തിന്റെ ഭാഗമാണ് ചെങ്കടലിന്റെ മേഖല എന്ന് പറയുന്നത്. ഇത് ഒരു അന്താരാഷ്ട്ര റൂട്ടായിട്ട് പരിഗണിക്കുന്നു. ഈ റൂട്ടിലാണ് വെടിവെപ്പ് നടക്കുന്നത്, കപ്പൽ പിടിച്ചെടുക്കുന്നത്. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ അവിടെ ഹൂത്തികൾ നടത്തുന്നു. ഹൂത്തികളുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും ആളുകളും ഉണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് അക്രമങ്ങൾ കപ്പലിന് നേരെ നടന്ന സമയത്താണ് ഇതിൽ ഇടപെടാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് വന്നു. അങ്ങനെ ബ്രിട്ടനാണ് അന്ന് ഈ ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു, അത് പാസ്സാക്കിയെടുക്കുന്നു. അവർക്ക് പാസ്സാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും, നമുക്കറിയാം. കാരണം വീറ്റോ പവറുള്ള രാജ്യമാണ് എന്നതുകൊണ്ട് ആരും എതിർക്കാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ പാസ്സാവും. അങ്ങനെ അവർ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിന് അമേരിക്കയും ബ്രിട്ടനും തയ്യാറായി നിന്നു. അങ്ങനെ അവർക്ക് തുരത്താൻ വേണ്ടി സാധിക്കാതെ പോയി. അങ്ങനെ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വീഡിയോ ചെയ്തതാണ്. ഈ സമയത്ത് അമേരിക്ക എടുത്ത ഒരു തന്ത്രത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് കീഴിൽ നിർത്തുക, അല്ലെങ്കിൽ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ സൗദി അറേബ്യ, ഈജിപ്ത്, UAE, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി അമേരിക്കയുടെ പ്രതിനിധികളെ നേരിട്ട് സംസാരിച്ചുകൊണ്ട് ചെങ്കടലിൽ ഹൂത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു രാജ്യവും സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പരാജയമായിട്ട് കാണുന്നത്.
അത്ര വരെ പരാജയങ്ങൾ ഇതിനു മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്താണോ പറയുന്നത് അത് അനുസരിക്കുക എന്നുള്ളതായിരുന്നു പല അറബ് രാജ്യങ്ങളും പല കാലങ്ങളിലും ചെയ്തിരുന്നത്. ഈ ഒരു വിഷയത്തിൽ നിലപാടിൽ മാറ്റം വരുത്തി എന്ന് മാത്രമല്ല, നിങ്ങൾ ഹൂത്തികൾ ആക്രമിക്കുന്നതിന് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് സൗദി അറേബ്യ അമേരിക്കയോട് നേർക്കുനേരെ പറഞ്ഞു എന്നുള്ളത് പോലും അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അമേരിക്ക ഈ അറബ് രാജ്യങ്ങളുമായിട്ട് ഒന്നുകൂടി വീണ്ടും ചർച്ച നടത്തുന്നു. ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നും വേണ്ടി വന്നാൽ നിങ്ങളുടെ പ്രദേശത്തു നിന്ന് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കണം എന്ന തരത്തിലുള്ള നിലപാടുകളൊക്കെ ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ അത് സപ്പോർട്ട് ചെയ്തായിരിക്കുന്ന വിവരം ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ ഒരുപാട് യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിൽ ഇപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതും അതോടനുബന്ധിച്ച് തന്നെ നിരീക്ഷണം നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു അറബ് രാജ്യങ്ങൾ അവരുടെ സൈനിക താവളത്തിൽ നിന്ന് ആക്രമിക്കാനുള്ള അവസരം നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇനി നമ്മൾ മറ്റൊരു വശം പറയുന്ന സമയത്ത്, നിലവിൽ അറബ് രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങളും സൈനികവുമായിട്ട് ബന്ധപ്പെട്ട ആയുധ സംവിധാനങ്ങളും ഉണ്ട്. ഇറാഖിലുണ്ട്, അതുപോലെ വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളുണ്ട്, ജോർദാനിൽ ഏതായാലും ഉണ്ട്. അങ്ങനത്തെ അതിർത്തിയായിട്ട് പങ്കിടുന്ന, അതായത് ഇറാന്റെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന പല മേഖലകളും അതുണ്ട്. ഈജിപ്തിലുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ സൈനികർ അല്ലെങ്കിൽ സൈനിക താവളത്തിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടായാലുള്ള സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഇറാനും ചർച്ച ചെയ്യുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഏത് രാജ്യത്തിൽ നിന്നാണോ ആക്രമണം ഉണ്ടാകുന്നത് ആ രാജ്യത്തിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു ഭയപ്പാട് അറബ് രാജ്യത്തുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഒരാക്രമണം വരുന്ന സമയത്ത് അങ്ങോട്ട് തന്നെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിനെതിരെ ഇറാന്റെ ഒരു യുദ്ധപ്രഖ്യാപനം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതൊരു വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർ പോലും അറിയാതെ അവരുടെ ഭൂമികയിൽ നിന്ന് യുദ്ധം നടത്തുകയും അവർ പോലും അറിയാതെ അവരുടെ ഭൂമിയിലേക്ക് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഇറാഖ് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത്. ഞങ്ങൾ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇവിടെ നിന്ന് നിങ്ങൾ ഇറാനെ ആക്രമിക്കാൻ പാടില്ല. നിങ്ങൾ ആക്രമിക്കുന്ന സമയത്തോ ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ടാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. അത് ഞങ്ങൾക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇറാന്റെ സൈനിക മേധാവിയെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് യഥാർത്ഥത്തിൽ ഇറാഖ് സർക്കാരും അമേരിക്കയും തമ്മിൽ നേരെ ഉടക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ആക്രമിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്ത് നേരെ തിരിച്ചടി ഉണ്ടാകുന്നു, ഞങ്ങളൊരു രാജ്യത്തിലേക്കും യുദ്ധത്തിന് പോയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ആക്രമിക്കരുത് എന്ന തരത്തിലാണ് അമേരിക്കയോട് അന്ന് ഇറാഖിന്റെ ഗവൺമെന്റ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, രണ്ടാം ഘട്ടത്തിൽ സൈനിക സേവനം അവസാനിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് നിന്ന് വിട്ടുപോകണം എന്നുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ ഇറാഖിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സംയുക്തമായ രീതിയിൽ തന്നെ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. 2500ഓളം അമേരിക്കൻ സൈനികരാണ് ഇപ്പോൾ നിലവിൽ ഇറാഖിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ സൈനിക സംവിധാനങ്ങളും അതുപോലെ തന്നെ വിമാന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാഖിലുണ്ട്. ഇതാണ് അതിന്റെ വിഷയങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങോട്ടിന്റെ തിരിച്ചടി ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട്, ജോർദാനിൽ അമേരിക്കയുടെ സൈനിക താവളം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് കഴിഞ്ഞ മാസം ഹിസ്ബുള്ള ബോംബ് സ്ഫോടനം നടത്തി 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായത്. അപ്പോൾ അവിടെ ആ അതിർത്തിയിലൊക്കെ നിന്നുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ജോർദാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന രീതിയാണ് കാണുക എന്ന് ഇതിന്റെ ഇടയിൽ തന്നെ ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ജോർദാനിന്റെ ആകാശങ്ങൾ യുദ്ധഭൂമിക്ക് വേണ്ടി വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാട് അവരും അതോടൊപ്പം തന്നെ ഈജിപ്തും എടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വളരെ പ്രയാസപരമായിരിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുകയാണെങ്കിലും ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിലും ഈ അതിർത്തി പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലും ഇറാനും അതിർത്തി പങ്കിടുന്നില്ല എന്നുള്ളതാണ്. 2000 കിലോമീറ്ററിന്റെ വൈദൂരമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ കണക്കാക്കുന്നത്. 4 രാജ്യങ്ങളാണ് വളരെ പ്രധാനമായിരിക്കുന്ന അതിർത്തി: ഈജിപ്ത്, ലെബനാൻ, ജോർദാൻ, സിറിയ. 4 രാജ്യങ്ങളാണ് ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ ലെബനാനും സിറിയയും 100% ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ജോർദാനും ഈജിപ്തും നിഷ്പക്ഷമാണ് അവർ പറയുന്നുണ്ടെങ്കിലും കുറച്ചെങ്കിലും അമേരിക്കക്കും അതേപോലെ ഇസ്രായേലിനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം യുദ്ധം ചെയ്യുന്നല്ല അതിന്റെ അർത്ഥം. യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ
വൈമാനിക ആക്രമണത്തിന് വേണ്ടിയിട്ട് ആകാശം വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു ഭയപ്പാട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഭിപ്രായം വന്നിരിക്കുന്നു. എന്നാൽ ജോർദാനും ഈജിപ്തും ഇപ്പൊ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, യുദ്ധഭൂമിക്ക് വേണ്ടി തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ വേണ്ടി തങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ളത്. അത് ഇറാന്റെ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ടോ ആണ് എന്നുള്ളൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ 4 അതിർത്തി പങ്കിടുന്ന ഈ രാജ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നാലിനെയും ഒരു കാലത്ത് ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. ഈ 4 രാജ്യത്തിനും ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 4 രാജ്യത്തിനും നഷ്ടപ്പെട്ട ഭൂമിക യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. അവരങ്ങനെയാണ് 1967 കാലഘട്ടത്തിൽ യുദ്ധം പരാജയപ്പെടുത്തിയ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയതിനു ശേഷം അവരുടെ ഭൂപ്രദേശങ്ങൾക്ക് വലിപ്പം കൂട്ടുകയും ചെയ്തത്. ഇവരിന്ന് പിടിച്ചെടുത്തതാണ്. അത് ഗോലാൻ കുന്നിന്റെ ഭാഗം വന്നിട്ടുണ്ട്, ഗാസ വന്നിട്ടുണ്ട്, ജോർദാന്റെ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം വന്നിട്ടുണ്ട്. 4 രാജ്യങ്ങളുടെയും ഭൂപ്രദേശം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശത്തിലാണ്. അത് തങ്ങൾ തിരിച്ചെടുക്കും എന്നാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് പറഞ്ഞത്. അത് കിട്ടുന്നവരെ യുദ്ധം തുടരും എന്ന അഭിപ്രായമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മറ്റുള്ള അറബ് രാജ്യങ്ങൾ ഇതിൽ വളരെ നിർണായകമാണ്. അവരുടെ ഒരു ഏകോപനം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ശ്രമത്തിൽ ഇതുവരെ അമേരിക്ക വിജയിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇറാൻ രണ്ടും കൽപ്പിച്ചുള്ള ഒരു യുദ്ധമാണെങ്കിൽ ഇതിന്റെ ഒരു അവസാന ഭാഗം എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ വേണ്ടി ആർക്കും പറ്റാത്ത രീതിയിലുള്ള ഒരു യുദ്ധ സാഹചര്യങ്ങളാണ്, അല്ലെ യുദ്ധ കാഹളമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.